അനീഷ് ഇതാ 22-ാം വയസ്സിൽ ജോലി കയറുകയാണ്. ഞാനും അങ്ങനെ തന്നെ 22-ാം വയസ്സിൽ ജോലി കയറിയ ഒരാളാണ്. അതേപോലെ അനീഷ് പഠിച്ചത് BSc Physics ആണ്, ഞാൻ പഠിച്ചതും BSc Physics ആണ്. അനീഷിൻ്റെ അച്ഛൻ ഓട്ടോ ഡ്രൈവറായിരുന്നു, എൻ്റെ അച്ഛനും ഓട്ടോ ഡ്രൈവറായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറേ സാദൃശ്യങ്ങൾ ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടപ്പോൾ ഇപ്പോൾ കണ്ടു. ഉദ്യോഗാർത്ഥികളോട് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മൾ ഫ്രഷ് ആയിരിക്കുന്നത്, നമ്മൾ തല ഫ്രഷ് ആയിരിക്കുന്നത്, അതായത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ തന്നെ സർക്കാർ ജോലിക്ക് വേണ്ടി ശ്രമിച്ചു തുടങ്ങുക എന്നുള്ളത് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. പക്ഷേ പലരും ഇത് ചെവികൊള്ളാറില്ല. പക്ഷേ ആ കൂട്ടത്തിൽ ഒരു വ്യത്യസ്തനായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. കാരണം പഠിച്ച ആ ഒരു ടൈമിൽ തന്നെ ഇതിന് ഇറങ്ങി തിരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ആദ്യ റാങ്ക് നേടാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പം ഡിഗ്രിക്കൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളോട് നമ്മുടെ അനീഷ് എന്താണ് പറയാനുള്ളത്? ഹായ്, ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ തവനൂരിലാണ്. ഒരു കൊച്ചുമിടുക്കനായിട്ടുള്ള അനീഷിനെ പരിചയപ്പെടാനാണ് വന്നിരിക്കുന്നത്. അനീഷ് ഡിഗ്രി കഴിഞ്ഞ പാടെ, അതായത് ഡിഗ്രി കഴിഞ്ഞു, CPOയുടെ നോട്ടിഫിക്കേഷൻ വന്നു, ആ CPO അപ്ലൈ ചെയ്തു, അതിൽ 1ാം റാങ്ക് നേടിയിട്ടുള്ള കൊച്ചുമിടുക്കനാണ്. ഇപ്പോൾ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ തസ്തികയിൽ ട്രെയിനിങ് പീരീഡിലാണ് ഇദ്ദേഹം ഉള്ളത്. അപ്പോൾ ഇനി CPO കിട്ടിയിട്ട് അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം എന്തായാലും വളരെ സന്തോഷം. അനീഷിൻ്റെ പഠന രീതികളും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. അപ്പോൾ അനീഷ്, എന്തായാലും ഫസ്റ്റ് കൺഗ്രാജുലേഷൻ, ഓൾ ദ ബെസ്റ്റ്. എന്തായാലും സർക്കാർ സർവീസിലേക്കുള്ള ഈ ഒരു കടന്നുവരവ് അടിപൊളിയായിട്ടുണ്ട്. 22-ാം വയസ്സിൽ 1ാം റാങ്കോട് കൂടെ കടന്നു വരിക എന്ന് പറഞ്ഞാൽ പൊള്ളിയാണ് സംഭവം. ഓക്കെ, അപ്പോൾ ആദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, എങ്ങനെയായിരുന്നു തുടക്കം എന്നുള്ള? സാർ, 2022 BSc Physics പാസ് ഔട്ടായി. അതേ വർഷം തന്നെ സിവിൽ പോലീസ് ഓഫീസറുടെ നോട്ടിഫിക്കേഷനും വന്നു. പക്ഷേ SIയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ PSCയുടെ ഒരു ഏജ് ലിമിറ്റ് ഉള്ളത് കൊണ്ട് അത് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല. സത്യത്തിൽ അതിന്റെ നിരാശയും അതിന്റെ കലിപ്പും എല്ലാം CPOയിൽ തീർത്തു എന്ന് വേണമെങ്കിൽ പറയാം. പഠിച്ചു തീർത്തു. കാരണം CPOയിൽ പിന്നെ സ്പെഷ്യൽ ടോപ്പിക് നമുക്ക് 20 മാർക്കിനുണ്ടായിരുന്നു. അതായിരുന്നു ആകെ നേരിട്ട ഒരു പ്രശ്നം എന്ന് പറയാം. ബാക്കിയുള്ളത് ജനറൽ ടോപ്പിക് തന്നെ ആയിരുന്നു. ഇംഗ്ലീഷും മാത്സും മലയാളം. സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് ഇംഗ്ലീഷും മാത്സും വലിയൊരു പ്രശ്നക്കാരായി തോന്നിയില്ല. പക്ഷെ മലയാളം കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു ഇത്തിരി മെനക്കേടിട്ട് പഠിക്കേണ്ടി വന്ന ടോപ്പിക്. പിന്നെ ഇതിൽ പ്രിലിംസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് മെയിൻസ് മാത്രം ഓറിയന്റ് ചെയ്ത് പഠിക്കാൻ ഒരു സാഹചര്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. +2 ലെവൽ CPOക്ക് അന്ന് പ്രിലിംസ് ഉണ്ടായിരുന്നില്ല, മെയിൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അതിന്റെ സ്പെഷ്യൽ ടോപ്പിക് 20 മാർക്ക് 100% സിലബസും കവർ ചെയ്യുന്നുള്ള ഒരു വാശി ഉണ്ടായിരുന്നു. കാരണം അതാണ് റാങ്ക് ഡിസൈഡ് ചെയ്യാന്ന് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിൽ IPC CRPC ഒക്കെ കുത്തിയിരുന്ന് പഠിച്ചു. ബാക്കിയുള്ളത് സാറൊക്കെ പറയുന്ന പോലെ നമുക്ക് അതിന്റെ ഫോക്കസ് ഏരിയ, ഇപ്പൊ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററിയും വേൾഡ് ഹിസ്റ്ററിയും ഒരുപാടുണ്ടാവും. പക്ഷെ അതിൽ PSCക്ക് എന്താണോ ഇഷ്ടം, PSC ചോദിക്കുന്ന ഹോട്ട് ടോപ്പിക്സ് എന്താണോ അതിൽ നിന്നുള്ള ഭാഗം മാത്രം പക്ക ക്ലിയർ ചെയ്യുക എന്നുള്ളതായിരുന്നു ഒരു സ്ട്രാറ്റജി. അല്ലാതെ വാരി വലിച്ചു പഠിച്ചാൽ ശരിക്കും എക്സാം ഹാളിൽ നമുക്കത് സിലബസ് തീർക്കാൻ പറ്റില്ല. കാരണം അത്രയും വലിയൊരു സിലബസ്. അതെ, എക്സാം ഹാളിൽ നമ്മൾ കയറിയിരിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ഇതുവരെ കേൾക്കാത്തൊരു ചോദ്യത്തിനെ കണ്ടിട്ട് നമ്മൾക്ക് അധികം ടെൻഷൻ അടിക്കാറില്ല. പക്ഷെ ഒരു പഠിച്ചൊരു ഭാഗം അതിൽ നിന്ന് ചോദ്യം വന്ന് അറ്റൻഡ് ചെയ്യാതെ പറ്റുമ്പോൾ അവിടെയാണ് നമുക്കൊരു നിരാശ തോന്നുന്നത്. അപ്പോൾ ആ പഠിച്ച ഭാഗങ്ങൾ ക്ലിയർ ചെയ്തിട്ട് പോവുക, അതായിരുന്നു ആകെയുള്ള ഒരു സ്ട്രാറ്റജി. പിന്നെ ഇംഗ്ലീഷും മാത്സും മലയാളം സ്പെഷ്യൽ ടോപ്പിക്, ഈ 4 മാക്സിമം 100% തന്നെ സിലബസ് കവർ ചെയ്യാൻ നോക്കി. ബാക്കിയുള്ളതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ടോപ്പിക്സും, അതായത് ആ ഹോട്ട് ഏരിയ എന്ന് പറയുന്ന ആ ഭാഗങ്ങൾക്ക് മാത്രം ഫോക്കസ് ചെയ്ത് പഠിച്ചു. അപ്പോൾ അനീഷ്, ഡിഗ്രി കഴിഞ്ഞ പാട് ഇതിന് ഇറങ്ങിത്തിരിക്കാനുള്ള ഒരു മോട്ടിവേഷൻ എവിടെ നിന്നായിരുന്നു, അല്ലെങ്കിൽ ആരായിരുന്നു പ്രചോദനം? സാർ, അത് ഏട്ടനായിരുന്നു എന്നെ PSC. ഏട്ടൻ മീൻസ് അമ്മായിയുടെ മോനെ എന്നെ PSCയിലോട്ട് തള്ളി വിട്ടത്. ഒരു റാങ്ക് ഫയൽ മേടിച്ചു തന്നു, എന്നിട്ട് നീ ഇതിന് കുത്തിന്ന് പഠിക്കും, എന്തായാലും എനിക്ക് PSC ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം എൻട്രിയുടെ ടെലിഗ്രാമിൽ ഒരു ആഡ് കണ്ടിട്ടുണ്ടായിരുന്നു, 999 രൂപയുടെ ഒരു ഓഫർ. ആ സബ്സ്ക്രിപ്ഷൻ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ എൻട്രി ആപ്പ് ഡൗൺലോഡ് ചെയ്തു. കുറെ വേറെ എന്തെങ്കിലും മറ്റു പഠനത്തിന് വേണ്ടിയിട്ട് ചിലവായിട്ടുണ്ടോ? കൂടുതലായിട്ട് അധികം ചിലവാക്കിയിട്ടില്ല. വെറും 999 1ാം റാങ്ക് അടിച്ചത്. അതുപൊളി. അപ്പോൾ ഉദ്യോഗാർത്ഥികളൊക്കെ കാത്തിരിക്കുന്നത് അനീഷിൻ്റെ പഠന രീതികളെ കുറിച്ചായിരിക്കും. എന്തൊക്കെയാണ് ഈ ഒരു ചെറുപ്രായത്തിൽ ജോലി കിട്ടാൻ വേണ്ടി അനീഷ് എന്തൊക്കെയായിരിക്കും ഫോളോ ചെയ്തിട്ടുണ്ടാവുക, എങ്ങനെയൊക്കെ ആയിരിക്കും മുന്നോട്ട് പോയിട്ടുണ്ടാവുക എന്നൊക്കെ അറിയാൻ അവർക്ക് നല്ല താല്പര്യം ഉണ്ടാവും. അതിനെക്കുറിച്ച് എന്താണ് അനീഷിന് പറയാനുള്ളത്? സാർ, ഈ PSC എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും 100% സിലബസ് കവർ ചെയ്തിട്ട് പോയി അറ്റൻഡ് ചെയ്യാവുന്ന ഒരു എക്സാം എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാ പരീക്ഷയുടെ അങ്ങനെ പറ്റില്ല. അതെ, ഇപ്പോൾ SSLCയോ +2 സെം എക്സാം ഒക്കെ ആണെങ്കിലും ഓക്കെ, നമുക്ക് സിലബസ് പൂർണ്ണമായിട്ട് കവർ ചെയ്തിട്ട് പോയി അറ്റൻഡ് ചെയ്യാം. പക്ഷേ ഇവിടെ നമുക്ക് എല്ലായ്പ്പോഴും PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതിന്റെ റിലേറ്റഡ് ഫാക്ട്സ്, ഇതാണ് ശരിക്കും നമ്മളുടെ ബൈബിൾ. അത് വെച്ച് നോക്കിയിട്ട് എവിടേക്കാണോ PSCക്ക് ഇഷ്ടപ്പെട്ട ഏരിയാസ്, അതിന്റെ ഹോട്ട് ഏരിയാസ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആ ഏരിയാസ് പക്ക പഠിക്കുക. അവിടെ നിന്ന് പിന്നെ ഒരു ചോദ്യം വന്നാൽ സത്യത്തിൽ നമ്മൾ ഡൗട്ട് അടിച്ച് നിൽക്കരുത് എന്നുള്ളതാണ് അതിന്റെ കാര്യം. പിന്നെ മാത്സ്, ഇംഗ്ലീഷും മലയാളം ഒരു കാരണവശാലും സ്കിപ്പ് ആക്കരുത്.
അതെന്തായാലും 30 മാർക്ക്, അതായത് വെയിറ്റേജ് അനുസരിച്ച് പഠിക്കുക. അത് തന്നെയാണ് സ്മാർട്ട് സ്റ്റഡി എന്ന് പറയുന്നത്. ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്കും അതെ, സ്മാർട്ട് സ്റ്റഡി എന്ന് പറയുന്നത് സത്യത്തിൽ അത് തന്നെയാണ്. കാരണം അതിന് 30 മാർക്കാണ് വെയിറ്റേജ്. ആ 30 മാർക്ക് കിട്ടാൻ നമുക്ക് ശരിക്കും ഒരു 200 പേജ് പഠിച്ചാൽ മതിയാവും. ഇതേ 200 പേജ് ഹിസ്റ്ററിയോ ജോഗ്രഫിക്കോ എടുത്താൽ തീർച്ചയായും ആ 30 മാർക്ക് കിട്ടും എന്നുള്ളത് ഡൗട്ടാണ്. ഒരിക്കലും 3-4 മാർക്കൊക്കെ നമുക്ക് കിട്ടുന്നത്. ഇതാണ് സ്മാർട്ട് സ്റ്റഡിയും. നമ്മൾ ഒരിക്കലും ഹാർഡ് സ്റ്റഡി എന്നല്ല, ഹാർഡ് വർക്ക് അല്ല ഉദ്ദേശിക്കുന്നത്. അതായത് ജി കെയിലുള്ള പല ഏരിയകളും ഒരു സെലക്ടീവ് സ്റ്റഡി നമ്മൾ സെലക്ടീവ് സ്റ്റഡി നടത്തുന്ന ഏരിയയിൽ തീർച്ചയായും അങ്ങനെ വേണ്ട. പിന്നെ ആ ഒരു ചോദ്യം അവിടെ നിന്ന് വരുമ്പോൾ ഇത് പഠിച്ചതാണല്ലോ എന്ന് ഓർത്ത് ഒരിക്കലും ആ എക്സാം ഹാളിൽ ഇരുന്ന് നമ്മൾ വിഷമിക്കരുത്. നമുക്ക് ഒരിക്കലും ഇതുവരെ പഠിക്കാത്തൊരു ചോദ്യം വന്നാൽ നമുക്ക് ആ എക്സാം ഹാളിൽ വലിയ ടെൻഷൻ അടിക്കാറില്ല. പക്ഷെ പഠിച്ച ഭാഗത്തു നിന്ന് ആ ഒരു ചോദ്യം വരുമ്പോഴായിരിക്കും ഇത് പഠിച്ചതാണല്ലോ പക്ഷെ ഓർത്തെടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ടെൻഷനും അടിക്കുക, നമ്മൾ നെഗറ്റീവിലോട്ട് വീഴുന്നതും അവിടെ ആയിരിക്കും. ഒരിക്കലും ഇതുവരെ കേൾക്കാത്ത ഒരു ചോദ്യം ചോദിച്ചാൽ തീർച്ചയായും നമ്മൾ അത് അറ്റൻഡ് ചെയ്യാതെ സ്കിപ്പ് ചെയ്തിട്ട് പോകും. പക്ഷെ വേറെ പഠിച്ച ഭാഗങ്ങൾ വളരെ ക്ലിയർ ആയി പഠിക്കുക. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഒരു കാരണവശാലും ഒരു ഭാഗം പോലും. ഇവിടെ അനീഷ് ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് മാർക്ക് എങ്ങനെ സാർ കുറച്ചെടുക്കും എന്നുള്ള ചോദ്യങ്ങൾ പല ഉദ്യോഗാർത്ഥികളും ചോദിക്കുന്നതാണ്. എന്നെ കൊണ്ടാവുന്ന രീതി ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അനീഷിന് ആ കാര്യത്തിൽ എന്താ പറയാനുള്ളത്? എങ്ങനെയാണ് അതിൽ എന്തെങ്കിലും പ്രത്യേക വർക്കുകൾ ചെയ്തിട്ടുണ്ടോ? നെഗറ്റീവ് മാർക്ക് അറിയാത്ത ചോദ്യം കണ്ടാൽ സത്യത്തിൽ ഓപ്ഷൻ പോലും ഫസ്റ്റ് ഘട്ടത്തിൽ, അതായത് നമുക്ക് എന്തായാലും അവസാനം ഒരു 10 മിനിറ്റ് കിട്ടും. സോ ആദ്യഘട്ടത്തിൽ ആ ഓപ്ഷൻസ് വായിച്ച് സമയം കളയരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അറിയുന്ന ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്തിട്ട് പോവാം. എന്റെ രണ്ടാമത്തെ ഘട്ടം വായിക്കുന്ന സമയത്ത് നമുക്കൊരു ഡൗട്ട് കൂടെ കൂടും, തെറ്റിക്കാനുള്ള സാധ്യത കൂടും. ഓക്കെ തീർച്ചയായും അതാണ് ഉണ്ടാവും. പഠിക്കാത്തൊരു ഏരിയ ആണെങ്കിൽ പിന്നെ അതിനെ മൈൻഡ് ചെയ്യാതെ വിട്ടേക്കുക. അതിന്റെ ഓപ്ഷൻസ് പോലും വായിച്ച് വെറുതെ 4 ഓപ്ഷൻസ് വായിച്ച് 4 സെക്കൻഡ് കളയേണ്ട ആവശ്യമില്ല. അറിയുന്നതെല്ലാം അറ്റൻഡ് ചെയ്തിട്ട് വരിക. എന്നിട്ട് അവസാനം തീർച്ചയായും ഒരു 10 മിനിറ്റ് എന്തായാലും നമുക്ക് കിട്ടും, നമ്മുടെ കയ്യിലുണ്ടാവും. ആ 10 മിനിറ്റാണ് ശരിക്കും ക്രൂഷ്യൽ. അവിടെ ആയിരിക്കും നമ്മൾ നെഗറ്റീവിലോട്ടും വീഴാം മാക്സിമം. അപ്പോൾ പേന വലിച്ചെറിയാന്നൊക്കെ പലരും പറയും, പക്ഷെ നമ്മൾ ഒരിക്കലും ചെയ്യാറില്ല. പക്ഷേ ആ ബാക്കിലോട്ട് വന്ന് ആ ഓപ്ഷൻസ് വായിച്ച് എന്തെങ്കിലും എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ആ ഘട്ടത്തിൽ നോക്കുക. എലിമിനേഷൻ നടക്കുന്നില്ലെങ്കിൽ തീർച്ചയായും അത് വിട്ടേക്കണം. സെക്കൻഡ് ഘട്ടത്തിൽ. രണ്ടാം ഘട്ടത്തിൽ നമുക്ക് എലിമിനേഷനും ഇല്ല, 4 ഓപ്ഷനും ഡൗട്ട് ആണെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാം. ഞാനെപ്പോഴും പറയാറുണ്ട്, ഈ അവസാന 10-15 മിനിറ്റിലാണ് റാങ്ക് ജേതാക്കൾ ജനിക്കുന്നതും എവിടെയെങ്കിലും എത്തിയായിരുന്ന പല ആളുകൾ ഒന്നും അല്ലാതായി മാറുന്നത്. ഇതിലിപ്പോ ഈ എക്സാമിൽ എന്നേക്കാളും മാർക്ക് സ്കോർ ചെയ്തവരുണ്ടാവും. പക്ഷെ അവരൊക്കെ നെഗറ്റീവിൽ വീണിട്ട് ഒരുപക്ഷെ എന്നേക്കാൾ പിറകിലോട്ട് പോകുന്നവരായിരിക്കും ഭൂരിഭാഗം. പക്ഷെ നെഗറ്റീവ് മാക്സിമം ഒരു 4-5 എണ്ണത്തിന്റെ താഴെ വെക്കുന്നതാണ്. ഒരിക്കലും നെഗറ്റീവ് 0 എന്ന് പറയുന്നത് ഇമാജിനറി കണ്ടീഷൻ. അത് ഇമാജിനറി കണ്ടീഷൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഒരു 75 മാർക്ക് വാങ്ങി 1ാം റാങ്ക് വാങ്ങുന്ന ഒരാൾ 75 ശരിയും 0 തെറ്റായിരിക്കില്ല. അല്ല, തീർച്ചയായും കൂടുതൽ ശരികളുണ്ടാവും, കുറച്ച് തെറ്റുകളുണ്ടാവും, സ്വാഭാവികം. PSC എക്സാമിൽ നെഗറ്റീവ് എന്ന് പറയുന്നത് തീർച്ചയായും ഇമാജിനറി കണ്ടീഷൻ. പഠിക്കുന്നവർക്കുണ്ടാവും. അതെ, എന്തായാലും ഉണ്ടാവും. ആ ഒരു ടെൻഷൻ കാരണം ഇപ്പൊ എനിക്കടക്കം എക്സാമിൽ മാത്സിന്റെ ഒരു ക്വസ്റ്റ്യൻ നെഗറ്റീവ് വീണു, ബ്ലഡ് റിലേഷന്റെ ക്വസ്റ്റ്യൻ. അപ്പൊ അതെല്ലാം ആ ടെൻഷനും ആ ഒരു പ്രഷറും കാര്യം തന്നെ ആയിരുന്നു. പക്ഷെ പഠിച്ചവർക്ക് ആ പ്രഷർ ഉണ്ടാവും. അതൊന്ന് ബാലൻസ് ചെയ്യാൻ പറ്റിയാൽ നമ്മൾ വിജയിച്ചു. പിന്നെ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രത്യേക രീതികൾ അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നോ? പഠന രീതികൾ? എനിക്ക് ഒരിക്കലും രാത്രി 10 മണിക്ക് ശേഷം ഇരുന്ന് പഠിക്കുന്ന ടൈപ്പ് ആയിരുന്നില്ല. എപ്പോഴും രാവിലെ ഒരു 4 മണി രാവിലെയാണ് കൂടുതലും രാവിലെ. അത് SSLCക്ക് തുടങ്ങിയ സ്റ്റഡി പ്ലാൻ ആയിരുന്നു. രാവിലെ എപ്പോഴും 4 മണിക്ക് എണീക്കുക, രാത്രി ഒരു 9 മണിക്ക് അല്ലെങ്കിൽ 10 മണിക്ക് ഉറങ്ങുക. രാവിലെ എപ്പോഴും 4 മണിക്ക് എണീക്കുമ്പോൾ ഏറ്റവും ഹാർഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ നമ്മൾ പഠിക്കാൻ നോക്കുക. പിന്നെ ഉച്ചയ്ക്ക് ഉറക്കം വരും എന്നുണ്ടെങ്കിൽ മാത്സ് എടുത്ത് ചെയ്യുക. മാത്സ് ചെയ്യുമ്പോൾ പിന്നെ തീർച്ചയായും നമുക്ക് ഉറക്കം അധികം വരാറില്ല. അപ്പൊ അങ്ങനെയായിരുന്നു. അതായത് നമുക്ക് രാവിലെ പഠിക്കുന്ന ആളാണെങ്കിൽ ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള അവേഴ്സ് ആണ്. അപ്പൊ ആ അവേഴ്സിൽ ഏറ്റവും ടഫ് ആയിട്ടുള്ള സബ്ജക്ട് പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. നല്ലൊരു പരിപാടിയാണത്. നിങ്ങൾക്കും മാതൃകയാക്കാവുന്ന ഒരു കാര്യമാണത് അല്ലേ? വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണത്. പിന്നെ ഈ ഒരു പഠന കാലഘട്ടത്തിൽ, അതായത് ഇതിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇപ്പം നമ്മുടെ നാട്ടിൽ എല്ലാവരും പറയുന്നത് പറഞ്ഞാൽ ഈ ഒരു സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്ന സമയത്ത് കുത്തുവാക്കുകൾ അല്ലേ അധികം നേരിട്ടുണ്ടാവില്ല. കാരണം എന്താണ്, ചെറിയ പ്രായത്തിൽ തന്നെ കയറിയല്ലോ. പൊതുവെ ഒരു 10-25 വയസ്സൊക്കെ ആകുമ്പോഴാണ് ഈ ചോദ്യങ്ങൾ കൂടുതൽ കേൾക്കുക. എങ്കിലും അനീഷ് അങ്ങനെ വല്ല അനുഭവങ്ങളും ഉണ്ടോ? കാര്യമായിട്ട് ഉണ്ടായിട്ടില്ല. പക്ഷെ എല്ലാവരും പറയുന്ന പോലെ നിങ്ങൾക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ് മതിയാവും. പക്ഷെ നിങ്ങൾക്ക് വലിയൊരു വിജയം വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും എനിമീസ് വേണം. പക്ഷെ ആ എതിരാളികൾ ഒരിക്കലും ഹ്യൂമൻ ബീങ്സ് മാത്രമല്ല ഉദ്ദേശിച്ചത്. നിങ്ങളുടെ ദാരിദ്ര്യം, വീട്ടിലെ സാമ്പത്തിക സ്ഥിതി, എല്ലാ കഷ്ടപ്പാടുകളും, അച്ഛൻ്റെ അമ്മയുടെ കഷ്ടപ്പാടുകളെല്ലാം നിങ്ങളുടെ ഒരു എനിമീസ്. അനീഷിനെ സംബന്ധിച്ച് വലിയൊരു സാമ്പത്തിക ചുറ്റുപാട് നല്ലല്ലോ വരുന്നത്. അല്ലല്ല, അച്ഛൻ ഓട്ടോ ഡ്രൈവറാണ്, അമ്മ ഹൗസ് വൈഫാണ്. അതിന്റെ കഷ്ടപ്പാടൊക്കെ എനിക്കറിയാം. നേരത്തെ പറഞ്ഞില്ലേ, ഓട്ടോ ഓടിച്ചിട്ട് അച്ഛൻ അന്ന് പണ്ട് വേറൊരാളുടെ ഓട്ടോ ഓടിക്കുക. അപ്പോൾ അതിൻ്റെ പൈസയിൽ പകുതി അവിടെ കൊടുത്ത് പകുതി വാങ്ങി അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിനായിരിക്കുമല്ലോ ഇയാൾ വന്നിട്ടുണ്ടാവുക. അപ്പോൾ അനീഷ് ഈ 999 രൂപയ്ക്ക് എൻട്രി എടുത്തു എന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് എൻട്രി യൂസ് ചെയ്തെന്നുള്ള പലരും ഇത് എടുക്കുന്നുണ്ട്. പക്ഷെ എടുത്തിട്ട് അത് ഉപയോഗിക്കുന്നവരുണ്ട്, ഉപയോഗിക്കാതെ വെക്കുന്നവരുണ്ട് അല്ലേ? നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അക്കൂട്ടത്തിലൊരാളാണ് അനീഷ്. അതെങ്ങനെ യൂസ് ചെയ്തു എന്നുള്ളതാണ്. സർ, എൻട്രി ആപ്പിൽ എനിക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതൽ ഉപകാരപ്പെട്ടത്. കാരണം അതിൽ ടൈം വെച്ചിട്ട് നമുക്കിപ്പോൾ PSC എക്സാം ഉച്ചയ്ക്കാണല്ലോ. അപ്പോൾ അതേ 2 മണിക്ക് വെച്ചിട്ട് തന്നെ നമുക്ക് ടൈം മാനേജ് ചെയ്തിട്ട് ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് മെയിനായി ഞാൻ ഓറിയൻറ്റ് ചെയ്തത്. അതിൽ ഇഷ്ടക്കണക്കിന് ഉണ്ടായിരുന്നു, +2 ലെവലും ഡിഗ്രി ലെവലൊക്കെ. അപ്പോൾ അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതൽ വർക്കൗട്ട് ചെയ്തത്. പിന്നെ ഇംഗ്ലീഷ് സാർ, നമ്മുടെ RK തഴവ സാറൊക്കെ നന്നായി ഉപകാരപ്പെട്ടിട്ടുണ്ട്. സാറിൻ്റെ യൂട്യൂബ് ക്ലാസ്സസും അതേപോലെ തന്നെ ആപ്പിലെ ക്ലാസ്സസും.
പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് മെയിനായി അതിൽ യൂസ് ചെയ്തത്. ബാക്കി മോഡൽ ക്വസ്റ്റ്യൻസ് സത്യത്തിൽ അധികം യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം അധികം ടൈം ഉണ്ടായിരുന്നില്ല. ഉദ്യോഗാർത്ഥികളോട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മളെ മൈൻഡ്, നമ്മളെ ബ്രെയിൻ ഇതൊക്കെ നല്ല ഫ്രഷ് ആയിരിക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ, അതായത് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ നേടിക്കൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ തന്നെ ഇതിനെ ഇറങ്ങി തിരിച്ചാൽ ഈ ഒരു സാധനം നേടുക എന്നുള്ളത് വളരെ എളുപ്പമാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരാളാണ് നമ്മൾ അനീഷ്. അതായത് 22-ാം വയസ്സിൽ ഡിഗ്രി കഴിഞ്ഞ ഉടനെ CPO പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ മിടുക്കനാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് നിങ്ങൾക്ക് മാതൃകയാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളോട് എന്താ പറയാനുള്ളത്? ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ നിങ്ങളുടെ ഗോൾ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഉടനെ ഒരു സർക്കാർ ജോലിയാണോ വേണ്ടത്, അല്ലെങ്കിൽ PG ആണോ? PG ആണെങ്കിൽ ഓക്കെ, നിങ്ങൾ UGക്ക് നന്നായി പഠിക്കുക, എന്നിട്ട് PGയിലോട്ട് പോവുക. അല്ല PSC ആണെന്നുണ്ടെങ്കിൽ പാർട്ട് ടൈം ആയിട്ട്, അതായത് പാർട്ട് ടൈം മീൻസ് 1 മണിക്കൂറെങ്കിലും ഡെയിലി നിങ്ങൾ PSCക്ക് വേണ്ടി മാറ്റി വെച്ചാൽ ഡിഗ്രി കഴിയും തോറും നിങ്ങൾക്കൊരു ബേസ്, അതായത് PSC എന്താണോ അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം നിങ്ങൾക്കൊന്ന് കെട്ടിപ്പൊക്കാൻ പറ്റും. അതിനുശേഷം പിന്നെ ഡിഗ്രി കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഗോൾ എന്താണ്, യൂണിഫോം ജോബാണോ അല്ലെങ്കിൽ സിവിൽ ജോബാണോ, അതിനനുസരിച്ചുള്ള സിലബസും ഡൗൺലോഡ് ചെയ്തിട്ട് പഠിച്ചു തുടങ്ങാം. പിന്നെ നമുക്ക് ഒരിക്കലും യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് റാങ്ക് അടിച്ചു എന്ന് പറഞ്ഞിട്ട് PSCയിൽ ജോലി കിട്ടണമെന്നില്ല. പക്ഷേ PSC എക്സാം എഴുതിയിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് റാങ്ക് ആണെങ്കിൽ തീർച്ചയായും ജോലി കിട്ടിയിരിക്കും. അതുകൊണ്ട് അങ്ങനത്തെ ഒരു മൈൻഡായിരുന്നു എനിക്ക്. ഒരിക്കലും യൂണിവേഴ്സിറ്റി എക്സാമിൽ ഫസ്റ്റ് റാങ്ക് അടിക്കണമെന്ന് ഒരു ഘട്ടത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. പകരം PSC എക്സാമിൽ ഈ ഒരു ഫസ്റ്റ് റാങ്കും ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ഒക്കെ സത്യത്തിൽ പഠനം തുടങ്ങുന്ന കാലത്ത് സ്വപ്നം കണ്ടിട്ടില്ലെങ്കിലും എക്സാം കഴിഞ്ഞിട്ട് ടോപ്പ് റാങ്കിൽ ഉണ്ടാകുമെന്ന് ഒരു തോന്നൽ ഉണ്ടായിരുന്നു. കാരണം പ്രസന്റ് റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ അത്യാവശ്യം റാങ്ക് ഉണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാളും ബെറ്റർ അതിൽ 82 ആയിരുന്നു. പിന്നെ IRBയിൽ 18 ഉണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാളും ബെറ്ററായി എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് തോന്നിയത് KAPTയുടെ CPO എക്സാം ആയിരുന്നു. അനീഷിന്റെ ഏറ്റവും പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് SI ആയിരുന്നല്ലോ. അപ്പോൾ ഇനി SI പോലെയുള്ള പരീക്ഷകൾക്ക് നല്ല രീതിയിൽ തയ്യാറെടുക്കുക. SIക്ക് ഫസ്റ്റ് റാങ്ക് അടിച്ചിട്ടായിരിക്കും ഇനി നമ്മൾ അടുത്ത മീറ്റിംഗ് അല്ലേ, CPOയുടെ ഫസ്റ്റ് റാങ്ക് പോലെ നമ്മൾ SIയുടെ ഫസ്റ്റ് റാങ്ക് അടിച്ചിട്ടുള്ള ഒരു ഇന്റർവ്യൂവിന് നമ്മൾ ഇനി വീണ്ടും കാണും. വാക്കേരൂല്ലേ? തീർച്ചയായും നന്നായിട്ട് നോക്കാം, ഉറപ്പായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവിധ ആശംസകളും.